ചന്ദ്രിക ദിനപത്രം 2025 സെപ്റ്റംബർ 1 തിങ്കൾ. മനുഷ്യസ്നേഹികളായ പതിനായിരങ്ങൾ അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം നൽകിയാണ് മുസ്ലിം ലീഗിനെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. വെല്ലുവിളികളെ അതിജീവിച്ച് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തി പാർട്ടിക്കുണ്ട്. ഷെരീഫ് സാഗർ എഴുതുന്നു, സ്വപ്നഭവനങ്ങൾ ഉയരുകയാണ്. എന്തൊക്കെയായിരുന്നു പുകില? ചില മാധ്യമപ്രവർത്തകർ ഉറക്കമില്ലാതെ പായുകയായിരുന്നു. പാവപ്പെട്ട ദുരിതബാധിതരെ സഹായിക്കാനുള്ള മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഇരട്ടി വിലക്ക് ഭൂമി വാങ്ങി ഇരട്ട രജിസ്ട്രേഷൻ നടത്തുന്നു, തരം മാറ്റം പറ്റാത്ത ഭൂമിയാണ് എന്നൊക്കെ നുണപ്രചരണങ്ങൾ നടത്തി. സർക്കാരിനായിരുന്നു കൂടുതൽ പേടി. നിയമപ്രശ്നമുള്ള ഭൂമിയാണെന്ന പ്രസ്താവന നടത്തിയത് റവന്യൂ മന്ത്രി പുകമറ സൃഷ്ടിച്ചു. ഉന്നതകളിൽ നിന്നുള്ള സമ്മർദ്ദം താങ്ങാനാവാതെ റവന്യൂ ഉദ്യോഗസ്ഥർ ചിലരും തന്നാലാവുന്നത് ചെയ്തു. കൊല്ലമൊന്നു കഴിഞ്ഞിട്ടും 763 കോടി രൂപ കൈവശമുണ്ടായിട്ടും ഒരു മോഡൽ വീട് പടച്ചുണ്ടാക്കാൻ പോലും പണിപ്പെട്ട സർക്കാരിന് മുസ്ലിം ലീഗിൻ്റെ മനോഹരമായ ടൗൺഷിപ്പ് പേടി സ്വപ്നമായി മാറിയതായിരുന്നു ഈ പാരവെപ്പുകളുടെ അടിസ്ഥാനം. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നതായിരുന്നു സർക്കാർ നിലപാട്. വിമർശകർ ഇനി കണ്ണു തുറന്നു കാണുക. നിങ്ങളുടെ എല്ലാ കുത്തിത്തിരിപ്പുകളെയും അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിന് മുസ്ലിം ലീഗ് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വീടുകളുടെ ചുമരിൻ്റെ അളവും കുമ്മായത്തിൻ്റെ കണക്കും കൂട്ടി ലീഗിനെ വിമർശിക്കാൻ ഇനിയും പണിപ്പെടണമല്ലോ. അതുകൊണ്ട് വിമർശകർക്ക് ഇനിയും ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും. ദുരന്തം നടന്ന ഒന്നാമത്തെ ദിവസം മുതൽ മുസ്ലിം ലീഗ് ദുരിതബാധിതരെ സഹായിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. മുസ്ലിം ലീഗുകാർ ഉറക്കമൊഴിച്ചത് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനാണെങ്കിൽ വിമർശകർ ഉറക്കമൊഴിക്കുന്നത് ആ സഹായങ്ങൾ എങ്ങനെ മുടക്കാം എന്ന ഗവേഷണത്തിനാണ്. ലീഗിനെ ഓഡിറ്റ് ചെയ്യാൻ വരുന്ന ഇവരൊന്നും പിരിച്ചതിൻ്റെയും ചിലവഴിച്ചതിൻ്റെയും കണക്ക് സർക്കാരിനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നതാണ് വിരോധാഭാസം. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാതെ ദുരിതബാധിതർ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പണം കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ആരെയും കണ്ടില്ല. അതേസമയം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് പിരിച്ചതിൻ്റെയും ചിലവഴിക്കുന്നതിൻ്റെയും കണക്കുകൾ സുതാര്യമായി ഫോർ വയനാട് ആപ്പ് വഴി അപ്പോൾ പുറത്തുവിടുകയാണ്. പ്രളയ ഫണ്ടിൽ വരെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ടീമിനോട് കണക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനും ആദായനികുതി വകുപ്പിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനുണ്ട്. ആ കണക്കുകൾ കൃത്യമായിരിക്കും. ഗുണഭോക്താക്കൾക്ക് ഭൂമിയും വീടും നൽകുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ ഭവന പദ്ധതിയോട് സഹകരിക്കുന്നവർ ഈ പാർട്ടിയെ വിശ്വസിച്ച് കടന്നു വന്നവരാണ്. വിമർശകരുടെ ഭീതി വ്യാപാരം കാരണം ഒരാൾ പോലും ഞങ്ങൾക്ക് ലീഗിൻ്റെ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ വിശ്വാസ്യത. വിമർശകർക്ക് ഇല്ലാതെ പോയതും ആ വിശ്വാസ്യതയാണ്. സർക്കാരിനോട് സഹകരിച്ച് തന്നെ വീടുകളുടെ നിർമ്മാണം എന്നതായിരുന്നു മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്തത്. എന്നാൽ 7 മാസം കാത്തിരുന്നിട്ടും സർക്കാർ അനങ്ങാപ്പറ നയം സ്വീകരിച്ചതാണ് സ്വന്തം നിലക്ക് മുന്നോട്ട് പോകാനുണ്ടായ കാരണം. മേപ്പാടി പഞ്ചായത്തിൽ വീട് വേണമെന്നാണ് ദുരിതബാധിതർ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. പല സ്ഥലങ്ങളും നിയമപരമായി പരിശോധിച്ച് ഒടുവിൽ ഏറ്റവും അനുയോജ്യമായ ഭൂമിയാണ് പാർട്ടി കണ്ടെത്തിയത്. നീർക്കോലിയെ കൊണ്ട് കടിപ്പിച്ചിട്ടായാലും അത്താഴം മുടക്കുക എന്നതായിരുന്നു ചിലരുടെ അജണ്ട. അതിൻ്റെ ഭാഗമായാണ് ലാൻഡ് ബോർഡിനെയും വില്ലേജ് ഓഫീസിനെയുമൊക്കെ ദുരുപയോഗം ചെയ്ത് ചില കടലാസ് പണികൾ നടത്തിയത്. എന്നാൽ അതിനെയെല്ലാം നിയമപരമായി നേരിട്ടാണ് മുസ്ലിം ലീഗ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമിയല്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. KLR നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഏതൊരു ഭൂമിയും 12 മുതൽ 15 ഏക്കർ വരെ നിലവിൽ കൈവശത്തിലും ഉടമസ്ഥതയിലും ഉള്ള കുടുംബങ്ങൾക്ക് പ്രസ്തുത ഭൂമി വിനിയോഗിക്കുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനോ യാതൊരു നിയന്ത്രണവുമില്ല. ഇത്തരമൊരു നിയന്ത്രണം 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല. എന്നിട്ടും മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടഭൂമിയാണെന്ന് പ്രചരിപ്പിക്കുകയാണ് തൽപരകക്ഷികൾ ചെയ്തത്. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോട് പ്രദേശത്ത് മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഭവന സമുച്ചയം ഒരുങ്ങുന്നത്. 11 ഏക്കറിൽ 105 കുടുംബങ്ങൾക്കാണ് വീട്. ഒരു കുടുംബത്തിന് 8 സെൻറ്റിൽ 1000 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ 3 മുറിയും അടുക്കളയും മറ്റു സൗകര്യങ്ങളും ഉണ്ടാവും. മുകൾ നില കെട്ടിപ്പൊക്കാൻ പാകത്തിനാണ് അടിത്തറ ഒരുക്കുക. വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കും.
എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മനോഹരമായ വീടുകൾ എന്നതാണ് പാർട്ടിയുടെ സ്വപ്നം. ആ വീടുകളിൽ ഗുണഭോക്താക്കൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കണം. വെല്ലുവിളികളെ അതിജീവിച്ച് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തി പാർട്ടിക്കുണ്ട്. രാജ്യതലസ്ഥാനത്ത് ആസ്ഥാന മന്ദിരം എന്ന പാർട്ടി പ്രവർത്തകരുടെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്നെഴുതി കുഴപ്പമുണ്ടാക്കാൻ നോക്കിയ ദോഷൈകതൃക്കുകൾ തന്നെയാണ് ഈ പുനരധിവാസ പദ്ധതിക്കെതിരെയും വാളോങ്ങിയത്. നിങ്ങളുടെ പണി തുടരുക. മുസ്ലിം ലീഗ് ജനം ഏൽപ്പിച്ച ദൗത്യം തുടരും. ആ സ്വപ്നഭവനങ്ങൾ ഉയരുകയാണ്. തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.